ഹായ് യെസ് ഷാജു സാറാണ്. ഇംഗ്ലീഷ് എക്സാമിനേഷന് ഏറ്റവും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. 16 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടാനുള്ളത്. ഓരോ ചോദ്യത്തിനും 8 മാർക്ക്. ഈ ചോദ്യം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരിക, ഏതെല്ലാം ചാപ്റ്റേഴ്സ് നിന്നാണ് ആ ചോദ്യങ്ങൾ ഉണ്ടാവുക, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നേരെ നോക്കാം. നമുക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ 4 ചോദ്യങ്ങൾ, അതിൻ്റെ അകത്തുനിന്ന് 2 എണ്ണം ഓപ്റ്റ് ചെയ്യാം. 2-2.5 പേജെങ്കിലും നമ്മൾ ഓരോ ചോദ്യത്തിനും എഴുതണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മളെ പോയിന്റ്സ് ഉണ്ടാക്കുക ഈ ഒരു അവസാന നിമിഷത്തിൽ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഒരു ചോദ്യം ഉറപ്പാണ്. സ്പീച്ച് ആയിട്ടോ എസ് ആയിട്ടോ അതിനകത്തുനിന്നും ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, വിമൻ എംപവർമെന്റ് ആണ് അതിൻ്റെ തീം. വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. എവിടെ? നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിനേഷന്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പോയിന്റ്സ് നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. കുറച്ച് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ കൽപ്പന ചൗള പോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സാധനങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. പക്ഷേ ഒരു കാര്യമുണ്ട്, എസ്സേ എങ്ങനെ എഴുതണം, എഫക്റ്റീവായിട്ട് ഒരു എസ്സേ എങ്ങനെ എഴുതണം, എവിടെയൊക്കെ പാരഗ്രാഫുകൾ തിരിക്കണം, എവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം. നെക്സ്റ്റ് അടുത്ത ചോദ്യം, ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ എന്ന് പറയുന്ന ബയോഡാറ്റ എഴുതാനും ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതാനും ഉള്ള ഒരു ചോദ്യവും നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടില്ല, ഇർഫാൻ ആലത്തിൻ്റെ ചാപ്റ്റർ വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ ക്വസ്റ്റ്യൻ വന്നിട്ടോ നമ്മളുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ലെറ്റർ എഴുതാനും അതിലേക്ക് ആ ജോലിക്ക് വേണ്ടി ലെറ്റർ എഴുതാനും നിങ്ങളുടെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാനും പറയും. അപ്പോൾ ഇതും നമുക്ക് എന്താണ്, ഓൾറെഡി നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ, അതിൻ്റെ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഫുൾ മാർക്ക് അവിടെയും കിട്ടും. ഇത് എളുപ്പമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ വേഗം ഇത് തന്നെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമ്മൾ മറ്റേതുപോലെ 2.5 പേജൊന്നും എഴുതേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സ്പീച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, സ്പീച്ച് ആയിട്ടോ എസ്സേ ആയിട്ടോ ആർട്ടിക്കിൾ ആയിട്ടോ ഒക്കെ നമ്മൾ ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അതിനകത്ത് ഈ സ്പീച്ച്, ഇവിടെ ഈ സ്പീച്ച് ഇവിടെ നമ്മളെ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അത് ജനറലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ് ഈ ഡ്രഗ് അബ്യൂസിനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സ്പീച്ച് എങ്ങനെ എഴുതണം, അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. സ്പീച്ച് എങ്ങനെ തുടങ്ങണം, അതിൽ ഏത് പേഴ്സണിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലേ? അതുപോലെ തന്നെ ഇത്രയും പാരഗ്രാഫുകൾ എഴുതാൻ അതിനകത്ത് എന്തെല്ലാമാണ് നമ്മൾ ചേർക്കേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, അവസാനിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അത് ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ആണ്. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഏതൊരു പോയവുമായിട്ട് തന്നിരിക്കുന്ന ഒരു പോയറ്റിക് ലൈൻസ് അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ പോയറ്റിക് ലൈൻസ് ഉണ്ടാവും. എന്നിട്ട് അതിനെ നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? പഠിച്ച പോയം നമുക്കറിയാം അതെങ്ങനെയൊക്കെ എഴുതണമെന്ന് അല്ലേ? അതിൻ്റെ കുറേ പോയിന്റ്സ്, അതിൻ്റെ ലിറ്റററി ഡിവൈസ്, ഇതെല്ലാം നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യും ഒന്നുകൂടെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ കിട്ടും. പ്ലസ് ഈ ഒരു കമ്പാരിസൺ എങ്ങനെ എഴുതണമെന്നും തന്നിരിക്കുന്ന പോയത്തിലെ കാര്യങ്ങൾ എന്തെല്ലാമാണ് എഴുതേണ്ടതെന്നും ഒന്നും വായിച്ചിട്ട് മനസ്സിലാവാത്തവരും എങ്ങനെ കാര്യങ്ങൾ എഴുതണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് നമ്മുടെ ഇന്ന് രാത്രിയുള്ള മാരത്തോൺ ഉള്ളത്. സോ ഇതൊരൊറ്റ വീഡിയോക്കകത്ത് പറഞ്ഞാൽ തീരുന്ന സാധനമല്ല അല്ലേ? അപ്പോൾ അതിന് മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എസ്സേ, ഹൗ ടു റൈറ്റ് സ്പീച്ച്, ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ വരുന്ന ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ മുതൽ റെസ്യൂം, അതുപോലെ ജോബ് അപ്ലിക്കേഷൻ, ഇതെല്ലാം എങ്ങനെ എഴുതണം, അതിൻ്റെ ഫോർമാറ്റുകൾ, ഈ ഡിസ്കോഴ്സിൻ്റെ എല്ലാ ഫോർമാറ്റുകൾ, ഗ്രാമർ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു മെഗാ മാരത്തോണാണ് ഇന്ന് രാത്രി നമ്മൾ കാണാൻ പോകുന്നത്. സോ എല്ലാവരും ആ മാരത്തോണിലേക്ക് പങ്കെടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരിക. ഓക്കെ, നമുക്ക് അടിപൊളിയാക്കി നാളത്തെ പരീക്ഷ ഉഷാറാക്കണം. ഓക്കെ, താങ്ക് യു.